ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വെയർഹൗസിൽ മാത്രമല്ല ജോലി കിട്ടുക. ഇപ്പോൾ വേറെ ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയിലാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് കൊമേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെയർഹൗസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ കുറേ നമുക്ക് വൈഡായ രീതിയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇത് പഠിച്ചതിന് ശേഷമാണ് ഇതിന് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സോ ലൈക്ക് എയർ, സീ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വൈഡായ രീതിയിൽ തന്നെയുണ്ട്. സോ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം. നമുക്ക് വെയർഹൗസിൽ പിക്കിംഗ്, പാക്കിംഗ് തുടങ്ങിയ ജോലികൾ ചെയ്യാനായിട്ട് ലോജിസ്റ്റിക്സ് പഠിക്കണമെന്ന് നിർബന്ധവുമില്ല. +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും പിക്കിംഗ്, പാക്കിംഗ് കാര്യങ്ങൾ ചെയ്യാം. ജസ്റ്റ് സ്കാൻ ചെയ്ത് മാറ്റി വയ്ക്കുക, കാർഗോ മാറ്റി വയ്ക്കുന്ന ജോലി ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ലോജിസ്റ്റിക്സ് പഠിച്ച ഒരു പ്രൊഫഷണലിന് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് ഉറപ്പായിട്ടും ലൈക്ക് ഡേറ്റ എൻട്രി അല്ലെങ്കിൽ സൂപ്പർവൈസിങ് പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് ജോബ് തന്നെയായിരിക്കും കിട്ടുക. തൊഴിലവസരങ്ങളെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല. ആക്ച്വലി ലൈക്ക് നമുക്ക് കൂടുതലും ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് നമുക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മുടെ ജോലി ഇതൊരിക്കലും ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇത്ര ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞൊരു അധ്യയന വർഷക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിൽ ലോജിസ്റ്റിക്സ് അതിൻ്റെ സാധ്യതകൾ, അനന്തമായ സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായിട്ട് നമ്മൾ സംവദിച്ചിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംശയങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ലോജിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 10 വർഷം മുമ്പ് മലയാള മനോരമ ദിനപത്രത്തിൽ വായിച്ച ഒരു ആർട്ടിക്കിളാണ്. ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരുപാട് തൊഴിൽ സാധ്യതകളെക്കുറിച്ചിട്ട് തന്നെയാണ് അതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. 10 വർഷത്തിനിപ്പുറം ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ എങ്ങനെയുണ്ട്, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വരുമ്പോൾ ജോലി സാധ്യതകളൊക്കെ എങ്ങനെയാണ്, നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്നോടൊപ്പം ഉള്ളത് വിഷ്ണു പ്രസാദാണ്. ഒരു യങ് ലോജിസ്റ്റിക്സ് പ്രൊഫഷണലാണ് അദ്ദേഹം. ദുബായ് ബേസ് ചെയ്തിട്ടുള്ള 6ഓളം രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് വിഷ്ണു. ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കുചേരുന്നു. വെൽക്കം വിഷ്ണു. ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കോഴ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത് വെയർഹൗസിലാണ്. ഇപ്പം നമ്മൾ നല്ല ചൂടുകാലത്താണ് ഇരിക്കുന്നത്. ശരിക്കും വെയർഹൗസിൽ മാത്രമാണോ ജോലി സാധ്യതയുള്ളത്? ഒരുപാട് മുഷിഞ്ഞ ജോലിയാണ്, പിക്കിംഗ്, പാക്കിംഗ്, ലേബലിംഗ്, ഇങ്ങനെയുള്ള ജോലിയൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. വെയർഹൗസിൽ മാത്രമാണ് ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തികച്ചും അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വെയർഹൗസിൽ മാത്രമല്ല വേറെയും കുറേ ജോലി സാധ്യതകളുണ്ട്. മാത്രമല്ല വെയർഹൗസിൽ മുഷിഞ്ഞ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് ഒട്ടും ലൈക്ക് അത് അഡാപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് വെയർഹൗസിൽ പിക്കിംഗ്, പാക്കിംഗ് തുടങ്ങിയ ജോലികൾ ചെയ്യാനായിട്ട് ലോജിസ്റ്റിക്സ് പഠിക്കണമെന്ന് നിർബന്ധവുമില്ല. +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും പിക്കിംഗ്, പാക്കിംഗ് കാര്യങ്ങൾ ചെയ്യാം. ജസ്റ്റ് സ്കാൻ ചെയ്ത് മാറ്റി വയ്ക്കുക, കാർഗോ മാറ്റി വയ്ക്കുന്ന ജോലി ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ലോജിസ്റ്റിക്സ് പഠിച്ച ഒരു പ്രൊഫഷണലിന് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് ഉറപ്പായിട്ടും ലൈക്ക് ഡേറ്റ എൻട്രി അല്ലെങ്കിൽ സൂപ്പർവൈസിങ് പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് ജോബ് തന്നെയായിരിക്കും കിട്ടുക. സോ അങ്ങനെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ വെയർഹൗസ് അങ്ങനെ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. സോ പഠിച്ച വിദ്യാർത്ഥികൾ എപ്പോഴും അങ്ങനെയുള്ള ഒരു ജോലിയിലേക്ക് മാത്രമേ അവർ ലൈക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാത്രമേ ടേൺ ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയർഹൗസിൽ മാത്രമല്ല ജോലി കിട്ടുന്നത് അല്ലേ? പിന്നെ വേറെ എവിടെയൊക്കെയാണ് നമുക്ക് ജോലി ലഭ്യമാകുന്നത്? ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വെയർഹൗസിൽ മാത്രമല്ല ജോലി കിട്ടുക. ഇപ്പോൾ വേറെ ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയിലാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് കൊമേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെയർഹൗസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ കുറേ നമുക്ക് വൈഡായ രീതിയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. സോ ഞാൻ കയറിയപ്പോൾ പോലും എനിക്ക് ഫസ്റ്റ് ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഇതിനെ പറ്റിയുള്ളൊരു അറിവുണ്ടായിരുന്നില്ല. സോ ഞാനിത് പഠിച്ച് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷം, ഇത് പഠിച്ചതിന് ശേഷമാണ് ഇതിന് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സോ ലൈക്ക് എയർ, സീ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വൈഡായ രീതിയിൽ തന്നെയുണ്ട്. സോ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ വിഷ്ണു വർക്ക് ചെയ്യുന്നത് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലാണ് അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ വെയർഹൗസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പല ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസും ദുബായിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ദുബായിൽ ഉള്ള ഈ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയിലെ എങ്ങനെ കൊച്ചിയിലിരുന്നിട്ട് വിഷ്ണുവിനെ കൺട്രോൾ ചെയ്യുന്നു? അത് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ഉത്തരമാണ് അതിനുള്ള. നമുക്കിപ്പോൾ അതിനുള്ളൊരു സാങ്കേതിക വിദ്യ നമുക്കുണ്ട്. സോ ഞാൻ വർക്ക് ചെയ്യണത് ഫുള്ളും സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നിട്ടാണ്. എനിക്കിപ്പോൾ
എനിക്ക് ഫിസിക്കലി ഇപ്പോൾ ദുബായി പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്യുന്നത്. സോ എനിക്കിപ്പോൾ ദുബായിലേക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ, മെയിൽ ആക്സസ് ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെയും ജോലി ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് ലൈക്ക് ഇപ്പോൾ ദുബായിൽ കമ്പനി നമുക്ക് ഇവിടെ നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കോസ്റ്റ് കട്ടിങ് ഉണ്ടാവും. അതുമാത്രമല്ല, ലൈക്ക് ഒരുപാട് കമ്പനികളുടെ ബാക്ക് ഓഫീസുകൾ നമുക്ക് കൊച്ചിൻ, ചെന്നൈ അതുപോലെ ഒരുപാട് അവൈലബിൾ ആണ്. ദുബായിയുടെ ബാക്ക് എൻഡ് ഓഫീസുകൾ തന്നെ ഒരുപാട് നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റും. സോ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ ജോലി വളരെ എളുപ്പമാണ് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ദുബായ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന MBA അല്ലെങ്കിൽ ഡിഗ്രി പോലുള്ള കോഴ്സുകളുണ്ട് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓഫർ ചെയ്യുന്ന ഡിപ്ലോമ, PGDM പോലുള്ള പ്രോഗ്രാമുണ്ട്. ഇതിൽ ലോജിസ്റ്റിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇതിൽ എങ്ങനെയുള്ള കോഴ്സ് എടുക്കുന്നതാണ് നല്ലത്? അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തൊരു സ്കിൽഡ് വർക്കിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡിൽ MBA എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ലൈക്ക് ഇപ്പം കേരളത്തിൽ നോക്കിയാൽ തന്നെ അറിയാം, ലൈക്ക് MBA ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം എനിക്ക് തോന്നുന്നു ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പം ഒരു സ്കിൽഡ് വർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഒരു നല്ല ലോജിസ്റ്റിക് പ്രൊഫഷണൽ ആണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ഒരു കോഴ്സ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ഒരു അഡ്വാൻസ് ഡിപ്ലോമ ആയിരുന്നു പഠിച്ചത്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് മൊത്തത്തിൽ തിരിഞ്ഞു വന്നത്. നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് കൂടുതലും യൂണിവേഴ്സിറ്റികളിൽ ലോജിസ്റ്റിക്സ് ഇപ്പോൾ പാർട്ടായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ആ കോഴ്സുകളുടെ അകത്തെല്ലാം ജസ്റ്റ് ഒരു പാർട്ടായിട്ട് മാത്രമേ ഈ ലോജിസ്റ്റിക്സ് പഠിപ്പിച്ച് പോകുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പം മാറി നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഞാനെടുത്ത ഡിപ്ലോമ കോഴ്സിലാണ് എനിക്കത് ഫുള്ളി ലൈക്ക് ഒരു വൈഡായ രീതിയിൽ ഞാൻ ലോജിസ്റ്റിക്സിനെ മൊത്തം പഠിച്ചിരുന്നു. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ പറ്റി മൊത്തം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ലൈക്ക് വൈഡായ രീതിയിൽ ഞാൻ പഠിച്ചു, എനിക്കൊരു പാർട്ടായിട്ട് പഠിക്കേണ്ടി വന്നില്ല. സോ ഈ ഒരു കോഴ്സിലേക്ക് തിരിയുവാണെങ്കിൽ തന്നെ, ലോജിസ്റ്റിക്സിലേക്ക് മാറുവാണെങ്കിൽ, സോ ഇതിൻ്റെ ഒരു വൈഡായ രീതിയിൽ പഠനം നടത്തിയിട്ട് അതിലേക്ക് തിരിഞ്ഞു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ലൈക്ക് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ പറയുന്നത് കൂടുതലും ഇതുപോലെ കോഴ്സുകൾ പഠിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കോഴ്സ് പഠിക്കുക എന്നതിനേക്കാൾ ഉപരി എന്തൊക്കെ സ്കില്ലാണ് ലോജിസ്റ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടത്? നമ്മളിപ്പോൾ അതിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ, അതേപോലെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇൻ്റർവ്യൂസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതലും നോക്കുന്നത്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വെച്ച് നോക്കുന്നത് കൂടുതലും കോൺഫിഡൻസും അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളായിരിക്കും കൂടുതലും ഒരു കമ്പനി അല്ലെങ്കിൽ കൂടുതലും ഫോക്കസ് ചെയ്യും ഒരാളിൽ വേണ്ടത്. സോ അയാൾക്കിത് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ദാറ്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇതൊക്കെ ആയിരിക്കും കൂടുതലും ഒരു കമ്പനി ലൈക്ക് ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഇതേപോലുള്ള ഒരാളെ ആയിരിക്കും കൂടുതൽ കമ്പനി ചൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ കൊച്ചിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്ലോമ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയേറെ കോഴ്സുകൾ, ഇത്രയേറെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നു. അപ്പോൾ എനിക്കും ലോജിസ്റ്റിക്സ് പഠിച്ചാൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് സ്വാഭാവികമായിട്ടൊരു കുട്ടി ചോദിക്കുന്ന സംശയമാണ്. നമുക്ക് എന്ത് ഉത്തരം കൊടുക്കാൻ പറ്റും ഇതിന്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വൈഡായിട്ടുള്ളൊരു പഠനമാണ്. സോ ഈ വൈഡായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസും നമുക്കിതിനുണ്ട്. സോ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 4000+ കമ്പനീസ് തന്നെ ദുബായിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ അവിടെ തന്നെ വെയർ ഹൗസസും ഉണ്ടാവും. അതേപോലെ കൊച്ചിയിൽ നമുക്ക് ഒരുപാട് കമ്പനികളുണ്ട്. തിരുവനന്തപുരം അവിടെയും ബേസ് ചെയ്ത് ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പോൾ കേരളത്തിലൊട്ടാകെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് വിരലിലെണ്ണി തീർക്കാൻ കഴിയാത്ത അത്രയും കമ്പനികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ജോലിയുടെ കാര്യത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള കാര്യം അങ്ങനെ ഒരു സംഭവമില്ല. ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇപ്പോൾ ഈ ഒരു എനിക്കും ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ കുറേ ഇൻ്റർവ്യൂസൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ കോളുകളും കാര്യങ്ങളും വന്നിരുന്നു. എന്നിട്ടാണ് ഞാനും ഒരു ജോലിയിലേക്ക് കയറിയത്. അങ്ങനെയാണ് ഞാനിപ്പം ലൈക്ക് ഇപ്പം അതുകൊണ്ട് എനിക്കൊരു വൈഡായ രീതിയിലൊരു ഇൻഫർമേഷൻ ഉണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ജോലി കിട്ടുമെന്നുള്ള ഒരു നോളജ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ സിമ്പിളാണ്. അപ്പോൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൂടി ഉള്ള ഒരു കോളേജ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലേ? കാരണം ആദ്യത്തെ ഒരു ജോലി കണ്ടെത്തുക, അതിലേക്ക് സ്റ്റെപ്പ് കയറുക എന്നുള്ളതാണല്ലേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എനിക്കെന്ന് പറയുമ്പോൾ ലൈക്ക് എനിക്ക് ആദ്യത്തെ ഒരു ജോലി കണ്ടെത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാനും ലൈക്ക് ഒരു ഫ്രഷറായിരുന്നു, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. ലൈക്ക് എനിക്ക് കണ്ടുപിടിക്കുക, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പേടി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിതെല്ലാം മാറി ഞാൻ നല്ലപോലെ ഇൻ്റർവ്യൂവിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടി. ഞാൻ കൂടുതൽ അവിടുന്ന് നോളേജ് കൂടുതൽ മേടിച്ചതിന് ശേഷം എനിക്ക് ആ കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എൻ്റെ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ആവുകയും
പിന്നീട് അതെൻ്റെ മുന്നോട്ടുള്ള ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ നല്ലൊരു ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാം? ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക, കൂടുതൽ ഇൻ്റർവ്യൂ സ്കിൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കി പോകുക എന്നുള്ളതായിരിക്കും. ലൈക്ക് ഞാൻ എൻ്റെ ഡിഗ്രി കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരുപാടിരുന്ന് നല്ലപോലെ എനിക്ക് നല്ലൊരു ഇൻ്റർവ്യൂ സ്കിൽസിനുള്ള ക്ലാസ്സസും കാര്യങ്ങളും കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യാനും പേടിയില്ലാതെ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റി. നമ്മൾ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നുള്ള ചിന്താഗതിയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ നല്ല ഇൻ്റർവ്യൂ സ്കിൽസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നന്നായി ട്രെയിൻ ചെയ്യുന്ന ഒരു അക്കാഡമിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതൊരു ഞാൻ പറയണം അങ്ങനെയുള്ള പോകുന്നതാണ് ഏറ്റവും നല്ലത്. പൊതുവെ കേരളത്തെക്കുറിച്ചുള്ളൊരു വീക്ഷണം ഭാവിയിലെ വൃദ്ധസദനം എന്നാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർ മാത്രമല്ല, +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെ അവരുടെ പഠനത്തിന് പായുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക്. അപ്പോൾ ലോജിസ്റ്റിക്സ് പഠിക്കണമെങ്കിൽ ഇന്ത്യയിൽ പഠിക്കണോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണോ? പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലും പഠിക്കാം, വിദേശ രാജ്യങ്ങളിലും പഠിക്കാൻ പറ്റും. പക്ഷേ ലൈക്ക് ഞാൻ പറയുവാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ലോജിസ്റ്റിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവുകൾ അധികമാണ്, ഒത്തിരി എമൗണ്ട് ആവും. പക്ഷേ ഞാൻ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിലാണ് പഠിച്ചത്, ഞാൻ കേരളത്തിലാണ് പഠിച്ചത്. കേരളത്തിൽ പഠിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻസും ദുബായ് ഓപ്പറേഷൻസാണ്. സോ രണ്ടും അല്ലേ, ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ദുബായ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത് വൈഡായ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ദുബായിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 2-3 പേര് യൂറോപ്പിൽ UK അങ്ങനെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരും ഉണ്ട്. സോ ഇത് ലൈക്ക് ഇന്ത്യയെ പഠിച്ചുകൊണ്ട് നമുക്ക് വിദേശത്ത് ജോലി കിട്ടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് തെറ്റായിട്ടുള്ള കോൺസെപ്റ്റാണ്. നമുക്ക് ലോകത്ത് എല്ലായിടത്തും ലോജിസ്റ്റിക്സ് ഉണ്ട്, ഷിപ്പിംഗ് ഉണ്ട്, അതിൻ്റേതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടൊക്കെ. ഇതിൻ്റെ ഒക്കെ അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ന് പൊതുവേ നമ്മൾ കേൾക്കുന്ന 2 ലെറ്ററാണ് AI. എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. AI ലോജിസ്റ്റിക്സ് രംഗത്തെ തൊഴിലവസരങ്ങളെ ബാധിക്കുമോ? AI തൊഴിലവസരങ്ങളെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല. ആക്ച്വലി ലൈക്ക് നമുക്ക് കൂടുതലും ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് നമുക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മുടെ ജോലി ഇതൊരിക്കലും ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ കൂടുതലും AI യൂസ് ചെയ്യുന്ന ഇപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുമ്പോൾ അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് മാത്രം ഞാൻ ജസ്റ്റ് നോക്കാറുള്ളതെന്നല്ലാതെ എൻ്റെ ജോലിയിലേക്ക് ഞാൻ കൂടുതൽ അതിനെ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ വിഷ്ണു പറയണത് ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും കുട്ടികൾക്ക് അല്ലേ? അപ്പോൾ എങ്ങനെ ഈ ജോലിക്ക് വേണ്ടി കുട്ടികൾ തയ്യാറെടുക്കണം? നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ലോജിസ്റ്റിക്സിലുണ്ട്. നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു ജോലി കണ്ടെത്തുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആദ്യത്തെ ഒരു ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ സെക്യൂർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. സോ ആദ്യമേ ഒരു സ്ട്രഗിൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ വളരെ സുഖകരം അല്ലെങ്കിൽ നല്ല എളുപ്പമുള്ള കാര്യങ്ങളായിരിക്കും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം, പിന്നീട് എപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമെന്നുള്ള ചിന്തയൊക്കെ ആ ടൈമിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കേരളത്തിലെ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോയാൽ മതി എന്നാണ് ചിന്ത, മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്പിൽ. ഈ ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വിദേശത്തേക്കുള്ള സാധ്യതകൾ എന്താണ്, അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? വിദേശത്ത് നമുക്ക് ജോലി സാധ്യതകളേ ഉള്ളൂ നമുക്ക് വിദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിന്. പക്ഷെ നമ്മൾ കൂടുതലും ഏത് ഫീൽഡിലാണോ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി അതിനെപ്പറ്റി നോളജ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വിദേശത്തേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നമ്മുടേതായ രീതിയിൽ നമുക്ക് ജോലി കണ്ടെത്തി പോലും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഒരുപാടുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ നമ്മൾ ഒരു കമ്പനിയിൽ നിന്നുകൊണ്ട് മാക്സിമം ഏൺ ചെയ്യാൻ നോക്കുക, നോളജ് കൂടുതൽ ഏൺ ചെയ്യാൻ നോക്കുക. അതിന് ശേഷം മാത്രം നമ്മളൊരു വിദേശത്ത് നിന്ന രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വിദേശത്തൊരു നല്ല കമ്പനിയിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ നാട്ടിൽ എത്ര നാൾ എക്സ്പീരിയൻസ് വേണം? വിദേശത്ത് നാട്ടിൽ എത്ര നാൾ നിൽക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. സോ നമ്മൾ മാക്സിമം നോളജ് ഏൺ ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ ഒരു സെക്ടർ നോളജ് ഉണ്ടാക്കുക. ശേഷം മാത്രം ഒരു വിദേശം എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഫ്രഷർ എന്ന രീതിയിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ജോലി പെട്ടെന്ന് കിട്ടുമെന്ന്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം ട്രൈ ടു ലേൺ നോളജ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് തിങ്കിങ് ആണ് നല്ലത്. ലോജിസ്റ്റിക്സ് പഠിച്ച്
ഇറങ്ങുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് എത്ര സാലറിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണ ആദ്യത്തെ ജോലിയിൽ ഒരിക്കലും നമ്മളൊരു സാലറി എക്സ്പെക്റ്റ് ചെയ്ത് കയറാൻ പാടില്ല. ഫിഗർ നോക്കിയിട്ട് ഒരിക്കലും ഒരു ജോലി ഫസ്റ്റ് ജോബ് നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല. അതെപ്പോഴും ഒരു ലേണിംഗ് സ്റ്റേജ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അങ്ങനെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ നേടാൻ കഴിയില്ല, എന്തൊക്കെ നോളജ് കിട്ടും എന്നുള്ളൊരു റിസർച്ച് ചെയ്തിട്ട് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ എൻ്റെ ഒരു എനിക്ക് ഇത്ര ഫിഗറേ ഉള്ളൂ എന്ന് കരുതി ആ ജോലി ചിലപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ചിലപ്പോൾ നോളജ് കിട്ടിയെന്ന് വരാം. സോ മാക്സിമം ട്രൈ ടു ഗെറ്റ് ഗുഡ് നോളജ് ഫ്രം എ കമ്പനി, അല്ല ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് അത്രയും നോളജ് ഏൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളോടാണ് വിഷ്ണു ഇന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ ഒരു കരിയർ അവയർനെസ് സെഷൻ, ലോജിസ്റ്റിക്സ് കരിയർ അവയർനെസ് സെഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ കലാലയങ്ങളിൽ നടത്തുകയുണ്ടായി. അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് വിഷ്ണുവായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു മേഖല തിരഞ്ഞെടുക്കുന്നവർ, അതിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ നമ്മളുടെ ഈ സംവാദം ഒരു വഴികാട്ടിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വിഷ്ണു ഫോർ ജോയിനിങ് വിത്ത് us.